ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ സഹോദരിയും അനൂപേട്ടനും തമ്മിൽ എന്താ ബന്ധം? അവര് തമ്മിൽ ഒരു നേരിയ പരിചയമെങ്കിലും ഉണ്ടോ? കൃഷ്ണഭദ്ര സാർ ആളും എടുക്കുന്ന നല്ല ഒന്നാം തരം വക്കീല്. 2 കേസിൽ പുള്ളി എനിക്ക് പണി വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. നീ എനിക്ക് വാക്ക് തന്നതാ. നിന്റെ ഭാര്യയുടെയും കൃഷ്ണഭദ്ര സാറിന്റെയും ഉപദേശം കാരണം നീ അത് തെറ്റിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ ഒരു കൂടിക്കാഴ്ചയ്ക്ക് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വേണമെങ്കിൽ എനിക്കും എന്റെ ആളുകൾക്കും നിന്റെ വീട്ടിലേക്ക് കയറി വരാമായിരുന്നു. ഞാനത് ഒഴിവാക്കിയതാ. ഞങ്ങൾ അങ്ങോട്ട് കയറി വന്നാ പിന്നെ ഇതുപോലെ ആയിരിക്കില്ല രീതികളും സംസാരവും ഒന്നും. ഒരു നല്ല കുടുംബമാണ് നിങ്ങളുടേത്. അത് വെറുതെ ചീത്തയാക്കണ്ട. ഇക്കാര്യത്തിൽ നമുക്ക് ഇപ്പൊ തന്നെ ഒരു തീർപ്പുണ്ടാക്കണം. എന്നിട്ട് സച്ചി തിരിച്ചു വയ്ക്കൂ. ഇവര് തന്നെ നിന്നെ അവിടെ കൊണ്ടുവിടും. ഞാൻ എന്താ നിങ്ങളോട് പറയേണ്ടത്? അനൂപേട്ടനെ ജാമ്യത്തിലിറക്കി കൊണ്ടുതരാന്ന് പറയാനാണോ? അങ്ങനെയല്ലേ സച്ചി എനിക്ക് വാക്ക് തന്നത്. വാക്ക് പറഞ്ഞാ അത് തെറ്റിക്കാൻ പാടുണ്ടോ സച്ചി? ആ സമയത്ത് ഞാൻ നിങ്ങളോട് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ശരിയാണ്. ഗർഭിണിയായി എന്റെ ഭാര്യയും കുഞ്ഞിനെയും മുൻനിർത്തി എന്നെ ഭീഷണിപ്പെടുത്തിയ പിന്നെ ഞാൻ എന്തു പറയണം? ആ സമയത്ത് രക്ഷപ്പെടാൻ മനുഷ്യൻ എന്തും പറയില്ലേ? ഞാൻ പറഞ്ഞതും അങ്ങനെ കരുതിയാ മതി. എന്നുവച്ചാ നിങ്ങൾ എന്നെ കൊന്നാലും എനിക്ക് അനൂപേട്ടനെ നിങ്ങൾക്ക് കൊണ്ടുതരാൻ പറ്റില്ല. അണ്ണനോട് എതിര് പറയുന്നോടാ. വേണ്ടത് കാര്യങ്ങൾ പറഞ്ഞു തന്നെ തീർക്കണം. മധു, നടക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞാനത് ചെയ്യില്ല. വാക്ക് മാറ്റി പറയുന്നോടാ. എടാ ഇടിക്കണവനെ. അണ്ണൻ പറഞ്ഞ അതുപോലെ കേട്ടോണം, മനസ്സിലായടാ? പറഞ്ഞ വാക്ക് മാറ്റി പറയുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. അവനെ നീ തന്നെ കൊണ്ടുവന്ന് തരും. ഇല്ലെങ്കിൽ നിന്റെ ഭാര്യയും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും പിന്നെ ജീവിച്ചിരിക്കില്ല. താൻ ആരോടോ? മനുഷ്യനോ അതും മൃഗോ? മൃഗങ്ങൾക്ക് പോലും തന്നെക്കാൾ വിവരം ബുദ്ധിയുണ്ട്. തന്റെ സ്വന്തം സഹോദരിയുടെ വയറ്റിൽ കിടന്നൊരു കുഞ്ഞുകൂടിയല്ലേ നഷ്ടപ്പെട്ടത്? എന്നിട്ട് അതുപോലെ ഒരു പെൺകുട്ടിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലൂന്ന് പറയുന്ന താനൊരു മനുഷ്യനാണോ? സഹോദരിയോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ ചോരക്കൊതി കൊണ്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒരിക്കലും ഇത് നിന്റെ സഹോദരിയോടുള്ള സ്നേഹം കൊണ്ടല്ല. നിന്റെ ഉള്ളിലെ അടങ്ങാത്ത ചോരക്കൊതി കൊണ്ട് തന്നെയാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ സഹോദരിയും അനൂപേട്ടനും തമ്മിൽ എന്താ ബന്ധം? അവര് തമ്മിൽ ഒരു നേരിയ പരിചയമെങ്കിലും ഉണ്ടോ? പിന്നെന്തിനാ അനൂപേട്ടൻ നിന്റെ സഹോദരി വണ്ടിയിടിച്ച് കൊല്ലുന്നത്? അതൊരു അപകട മരണം തന്നെയായിരുന്നു. തനിക്കറിയോടോ, ഒരു കുടുംബത്തിന്റെ മുഴുവൻ ആശ്രയമാണ് അനൂപേട്ടൻ. എന്നെ കൊന്നാലും അനൂപേട്ടനെ നിനക്ക് കിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നോ, എന്നിട്ട് അനൂപേട്ടനെ വെറുതെ വിട്ടേക്ക്. നിന്നെ അവനെയും ഞാൻ വെറുതെ വിടില്ല. നീ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കാനും പോകുന്നില്ല. അവൻ തന്നെ എന്റെ അനിയത്തെ വണ്ടിയിടിച്ച് കൊന്നത്. ആർക്ക് വേണ്ടിയാണ് അവനത് ചെയ്തതെന്ന് എനിക്കറിയണം. അവനെ കൊണ്ടുവന്ന് തരാമെന്ന് ഉറപ്പ് പറയാതെ നീ ഇവിടെ നിന്ന് ജീവനോടെ പുറത്തു പോവില്ല.
പിടിച്ച് കെട്ടിയിടണ അവനെ. ഇരിക്കടാ അവിടെ. വിടൂ. ആ, ഇരിക്കടാ, കെട്ടടാ. ഏയ്, വിടൂ. വിടാൻ. അടങ്ങിയിരിക്കടാ അവിടെ. ഏയ്, മാറ്. ഏയ്, വിടൂ. വിടാൻ. വിടൂ. ഇത് നീ എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. നിന്നെ ആര് വന്ന് രക്ഷിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ഇവന് പച്ച വെള്ളം പോലും കൊടുത്തു പോരുത്. ഏയ്, വാടാ. ആ ഏയ്, വിടൂ. അഴിച്ചുവിടാൻ. ആ, സച്ചേട്ടാ, സച്ചേട്ടാ, ധനുഷ് പേടിക്കണ്ട, ഞാനാ ധനുഷ. വാ, പെട്ടെന്ന് വാ. വാ. എവിടെ പോയി? ഏയ്, അങ്ങോട്ട് പോയി നോക്ക്. ഓ, നീ എന്റെ കൂടെ വാ.